യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾക്കുള്ളിൽ ദൈവസ്നേഹമില്ലെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ആരുടെയൊക്കെ ഉള്ളിൽ ദൈവസ്നേഹം ഉണ്ടെന്നും ഇല്ലെന്നും അറിയുന്നത് കർത്താവിന് മാത്രമാണ്. ഉള്ളിൽ ദൈവസ്നേഹമുള്ളവർ എങ്ങനെയാണ് ജീവിക്കുന്നത്, ദൈവസ്നേഹം ഉള്ളിലില്ലാത്തവരുടെ ജീവിതം എപ്രകാരമാണ്, ഇതൊക്കെ തിരുവെഴുത്ത് പഠിക്കുവാൻ മനസ്സ് വയ്ക്കുന്നവർക്ക് മനസ്സിലാകും. ഉള്ളിൽ ദൈവസ്നേഹമില്ലാത്ത എന്നാൽ ആത്മികരാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നാട്യത്തോടെ ജീവിക്കുന്ന യഹൂദന്മാരെക്കുറിച്ചാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ ഉള്ളിൽ ദൈവസ്നേഹമില്ല. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം ബെഥെസ്ദാ കുളക്കരയിലെ രോഗിയെ യേശു സുഖപ്പെടുത്തുന്ന സംഭവം പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. 38 വർഷമായി രോഗം ബാധിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കർത്താവ് സുഖപ്പെടുത്തുന്നു. എന്നാൽ യേശു സുഖപ്പെടുത്തിയ ദിവസം ശബത്ത് ദിവസമായിരുന്നു എന്നുള്ളതാണ് യഹൂദന്മാർ യേശുവിൽ കണ്ടെത്തിയതായ കുറ്റം. 38 വർഷമായി ഒരു മനുഷ്യൻ രോഗിയായി കിടക്കുന്നതോ ബലഹീനനായി കഴിയുന്നതോ അവർക്ക് വിഷയമല്ല. അവർക്ക് വിഷയം അത് യേശു സൗഖ്യമാക്കിയത് ശബത്തിൽ ആയിരുന്നു എന്നുള്ളതാണ്. മനുഷ്യനോട് കരുണയില്ലാത്ത മതങ്ങൾ, ആ മത നേതാക്കന്മാർ ഇന്നും ധാരാളമുണ്ട്. കുറേയേറെ നിയമങ്ങൾ മനുഷ്യനെ അടിച്ചേൽപ്പിക്കുന്നു. എന്നാൽ കരുണ കാണിക്കാത്ത ആത്മീയ നേതാക്കന്മാരും കരുണയില്ലാതെ പ്രവർത്തിക്കുന്നവരും എന്നും ഈ വാക്യങ്ങൾ, ഈ വചനങ്ങൾ, യേശുവിൻ്റെ മൊഴികൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ്. യേശു ശബത്തിൽ ആയിരുന്നു അത് ചെയ്തത്. അതുകൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു. മാത്രമല്ല, ദൈവത്തെ സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് സ്വയം ദൈവത്തോട് സമനാക്കിയതുകൊണ്ട് യഹൂദന്മാർ അവനെ കൊല്ലുവാൻ കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവരോടാണ് യേശു പറഞ്ഞത്, നിങ്ങൾക്കുള്ളിൽ ദൈവസ്നേഹമില്ല. ദൈവസ്നേഹമില്ല എന്ന് പറഞ്ഞ ആളുകൾ അനാത്മീയരൊന്നുമല്ല, അവരാത്മീയരാണെന്ന് അവർ തന്നെ ഭാവിച്ചവരാണ്. 39-ാമത്തെ വാക്യത്തിൽ അവർ തിരുവെഴുത്തുകൾ പരിശോധിച്ചവരായിരുന്നു, അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് അവർ ചിന്തിക്കുന്നവരുമായിരുന്നു. എന്നാൽ ജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിൻ്റെ അടുക്കൽ വരുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. ഇന്നും അങ്ങനെയുള്ള ആളുകളില്ലേ? വചനമൊക്കെ മനഃപ്പാഠമാണ്. ഏത് വാക്യം ബൈബിളിലെന്ന് ചോദിച്ചാലും അവർ പറയും. ഏത് ഉപദേശങ്ങളും അവർക്ക് വളരെ നിശ്ചയമാണ്. തിരുവെഴുത്തുകൾ പരിശോധിക്കുന്നവരാണ് അവർ. ഏത് മനുഷ്യനെയും തർക്കിച്ച് ജയിപ്പാൻ പ്രാപ്തരാണ്. നിത്യജീവൻ തിരുവെഴുത്തിലുണ്ടെന്ന് അവർ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ നിത്യജീവൻ നൽകുന്ന യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവുമായി ഒരാത്മബന്ധത്തിൽ ജീവിക്കുവാനോ യേശുവിൽ വസിക്കുവാനോ യേശുവിനെ സ്നേഹിക്കുവാനോ കഴിയാത്ത ആളുകൾ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ജീവൻ പ്രാപിക്കേണ്ടതിന് നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ വരുവാൻ മനസ്സില്ല, പക്ഷേ നിങ്ങൾ തിരുവെഴുത്തുകൾ പരിശോധിക്കുന്നവരും അവയിൽ നിത്യജീവൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരുമാണ്. മാത്രമല്ല, ഉള്ളിൽ ദൈവസ്നേഹമില്ലാത്തവരുടെ മറ്റൊരു പ്രത്യേകത, ഏകദൈവത്തിൽ നിന്നുള്ള മഹത്വം അന്വേഷിക്കാതെ പരസ്പരം മഹത്വം സ്വീകരിക്കുന്നവരാണ് ഉള്ളിൽ ദൈവസ്നേഹമില്ലാതെ പെരുമാറുന്നവർ. അതാണ് കർത്താവ് പറഞ്ഞത്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 44-ാമത്തെ വാക്യം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ആ വാക്യത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഏകദൈവത്തിൽ നിന്നുള്ള മഹത്വം അന്വേഷിക്കാതെ പരസ്പരം ബഹുമാനം ഏറ്റുവാങ്ങുന്ന നിങ്ങൾക്ക് എങ്ങനെ എന്നിൽ വിശ്വസിക്കുവാൻ കഴിയും? ഉള്ളിൽ ദൈവസ്നേഹമില്ലാത്തതുകൊണ്ട് അവർ ദൈവത്തെ എന്തു ചെയ്യുന്നില്ല? മഹത്വപ്പെടുത്താതെ മറ്റുള്ളവരിൽ നിന്ന് മഹത്വം സ്വീകരിക്കുന്നവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുന്നവരും ആണ്. ആളുകൾക്കത് ഇഷ്ടമാണ്. സ്റ്റേജിലൊക്കെ മറ്റുള്ളവർ പൊക്കി പറയുന്നതും പുകഴ്ത്തി പറയുന്നതും പ്രതീക്ഷിക്കുന്നവരാണ്. ഒരു കൂട്ടർ പുകഴ്ത്തി പറയുമ്പോൾ അവരെ മറ്റൊരു സ്ഥലത്ത് പ്രത്യുപകാരമായിട്ട് പുകഴ്ത്തി പറയുന്ന ആളുകൾ.
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുകയാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തുകയാണ്. ഇതൊക്കെയാണ് ദൈവം പരിശോധിക്കുമ്പോൾ മനുഷ്യരിൽ കാണുന്ന പാപങ്ങൾ. ഉള്ളിൽ ദൈവസ്നേഹമില്ലാത്തവരിങ്ങനെയൊക്കെ ചെയ്യും. എന്നാൽ ഉള്ളിൽ ദൈവസ്നേഹമുള്ളവരോ അവർ കർത്താവിനെ മാത്രം മഹത്വപ്പെടുത്തും. അവർ തിരുവെഴുത്തുകൾ പരിശോധിക്കും. ആ തിരുവെഴുത്തുകളിൽ അവർ നിത്യജീവൻ്റെ ശബ്ദം കേൾക്കും. തിരുവെഴുത്തുകളിൽ നിന്ന് നിത്യജീവൻ നൽകുന്ന യേശുവിൻ്റെ അടുക്കിലേക്ക് അവർ വരും. യേശുവുമായിട്ടൊരാത്മബന്ധത്തിൽ അവർ ജീവിക്കും. അവരുടെ ഹൃദയം കർത്താവിനോടുള്ള ഏകാഗ്രതയിൽ ഓരോ ദിവസവുമായിരിക്കും. കർത്താവിന് പ്രസാദകരമായത് എന്തെന്ന് അവർ ചിന്തിക്കും. നമ്മിൽ ദൈവസ്നേഹം ഉണ്ടോ ഇല്ലയോ പരിശോധിക്കുക. ദൈവസ്നേഹമില്ലാത്തവരാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആത്മീകരെന്ന് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി, മറ്റുള്ളവരുടെ മുമ്പിൽ മതിപ്പുളവാക്കുവാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ദൈവമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. വചനം അവർക്ക് കേവലം അക്ഷരം മാത്രമാണ്. വചനത്തിൻ്റെ ആത്മാവ് അവരിൽ പ്രവർത്തിക്കുന്നില്ല. നാം വഞ്ചിക്കപ്പെടരുത്. ശരിയായ ആത്മീയതയിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. വചനം പരിശോധിക്കാം. നിത്യജീവൻ്റെ മൊഴികൾ നാം കണ്ടെത്തിയാൽ അത് നൽകുന്ന കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം. കർത്താവെ, അങ്ങയുടെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ചെറിയ ജീവിതം സ്വയം വഞ്ചിക്കാതെ, ചതിക്കപ്പെടാതെ, തെറ്റിപ്പോകാതെ ജീവിക്കുവാനുള്ള കൃപ എല്ലാവർക്കും നൽകണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.